ജമീലുമ്മയെ പൊന്നുപോലെ നോക്കിയ നാരായണിക്കുട്ടിയമ്മയ്ക്ക് നാടിൻ്റെ സ്നേഹാദരം. എന്താണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ അമ്മയെ ഇത്രയധികം ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടിയും നിങ്ങളെ യാത്രയാക്കി, അത് നല്ലൊരു സ്ഥലത്തു നിന്ന്, വീട്ടിൽ നിന്നല്ലാതെ നല്ലൊരു സ്ഥലത്തു നിന്ന്, അവരാഗ്രഹിച്ച സ്ഥലത്തു നിന്ന് അവരെ കൊണ്ടുപോയി കിടത്തി നമസ്കാരങ്ങളെല്ലാം ചെയ്ത് അവരെ യാത്ര അയച്ചതിൻ്റെ നന്ദി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയണില്ല. എല്ലാവരും ഞാൻ എന്തെങ്കിലും എൻ്റെ അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് നിങ്ങളിങ്ങനെ ഇതിലും പങ്കുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ അമ്മ ഇത്രയും നിങ്ങൾ ബഹുമാനിച്ച് സ്നേഹിച്ച്, അമ്മ അത്രയും നല്ലൊരു സ്ഥലത്ത് ഇറങ്ങിപ്പോകാൻ സാധിച്ചുല്ലോ, അതിലാണ് എനിക്ക് ഭാഗ്യം, എനിക്ക് സന്തോഷമുള്ളൂ. ഈ വീട്ടിൽ നിന്നല്ലല്ലോ അമ്മ ഇറങ്ങിയത്, നമ്മുടെ ആഗ്രഹപ്രകാരം അത്രയും നല്ലൊരു സ്ഥലത്ത് നിന്ന് അമ്മ ഇറങ്ങിയില്ലേ, അതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും കടപ്പെട്ടിട്ടുണ്ട്. ജമീല ഹജ്ജുമ്മയുടെയും മകൾ നാരായണിക്കുട്ടിയമ്മയുടെയും ജീവിതം കേരളത്തിൽ മാത്രം സാധ്യമായ ഒന്നാണെന്ന CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം 100-ാം വയസ്സിൽ മരിച്ച ജമീല ഹജ്ജുമ്മയ്ക്ക് ഇസ്ലാമിക ജീവിതം നയിക്കാൻ വീട്ടിൽ സൗകര്യമൊരുക്കിയ ഹിന്ദുമത വിശ്വാസിയായ മകൾ നാരായണിക്കുട്ടിയമ്മയെ ആദരിക്കാൻ കളമശ്ശേരി പൗരാവലി സംഘടിപ്പിച്ച സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതെ, അത്ര ഒത്തിരി ആൾക്കാർ അറിയാതെ ഒരു സാധാരണ സംഭവം പോലെ ഈ വീടിനകത്ത് ഇങ്ങനെയൊരു മാതാവും പിന്നെ മാതാവിൻ്റെ മകളും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ ഒരാൾ മതം മാറി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ആള് ഒന്നുകിൽ ആ മതത്തിൽ ചേരുക മാത്രമല്ല, പിന്നീട് തിരിച്ച് വീണ്ടും ഒരു സാഹചര്യം. ഇവിടെ നാരായണക്കുട്ടി അമ്മയുടെ വീട്ടിൽ അമ്മ മാത്രം വന്ന് താമസിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ വീട്ടിൽ ഈ മതാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി കൊടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് സാധാരണ കാര്യം. എന്നാൽ ഇവിടെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. ആ വീട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു മുറി നിർമ്മിച്ചു കൊടുക്കുക, ആ മുറിക്കകത്ത് അമ്മ മതാചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, അത് മരിക്കുവോളം തന്നെ ചെയ്യുക. അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹജ്ജിന് പോകുന്നതിന് വേണ്ടി തയ്യാറായെന്നുള്ളത്. ഹജ്ജിന് പോകാനുള്ള അവസരം ഉപയോഗിച്ചു. ഇതെല്ലാം മരിക്കുന്നത് വരെ ആ മതത്തിൽ വിശ്വസിച്ച്, സത്യത്തിൽ ആ മതമാണല്ലോ പഠിച്ച മതം, അതായത് ആ മതത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഹിന്ദു മതത്തിൽ ജനിച്ചു പോയി എന്നുള്ളതാണ്. മറ്റത് പഠിച്ചതിന് ശേഷം പോയി ചേർന്ന മതമാണ് ഈ മുസ്ലിം മതം എന്ന് പറയുന്നത്. അപ്പം ആ മതത്തിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാൻ, അല്ലെ ആ മത അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കുടുംബങ്ങളിലേക്ക് നിരവധി ആളുകളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ആൾക്കാരും. ഇപ്പം കേരളത്തിൽ തന്നെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, കേരളത്തിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അതുപോലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് മാറ്റി. ആ പെൺകുട്ടിയുടെ പേര് മാറ്റിയതിന് ശേഷം ആ പെൺകുട്ടിയുടെ പേര് ഏതാണ്ട് യൗവനകാലം വരെ ഉണ്ടായിരുന്ന പേര് മാറ്റിയതിന് ശേഷം വേറൊരു പേര് സ്വീകരിച്ചിട്ടാണ് അവരെ വിവാഹം കഴിച്ചത്. ആണ് നമ്മുടെ വളരെ ശാന്തമായി, അല്ലെങ്കിൽ യാതൊരു ബഹളങ്ങളും ഇല്ലാതെ നമ്മളോടൊപ്പം ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ലോകം മുഴുവൻ വിളിച്ചു പറയാൻ, നമ്മുടെ നാടിന് അഭിമാനകരമായ, നമുക്കെല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ്. അവിടെയാണ് നാരായണിക്കുട്ടിയമ്മ ഈ അമ്മയുടെ ഒരു ഏറ്റവും വിശാലമായിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നു. ആ മനസ്സുണ്ടായത് അതാണ്. നാരായണിക്കുട്ടിയമ്മ തൻ്റെ മാതാവിനോട് ചെയ്ത കരുണയും സ്നേഹവും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് ഹയാത്തുൽ ഇസ്ലാം മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ബഷീർ ഫൈസി പറഞ്ഞു. കൂട്ടിയതിൽ ഒരു പ്രധാന കാരണം ഒരു മാതാവിനോടുള്ള സ്നേഹമാണ്. ആ സ്വർഗം എന്ന് പറയുന്നത് ഒരു മാതാവിൻ്റെ കാൽ കീഴിലാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നാരായണി അമ്മ. വിചാരങ്ങളുള്ളവർ, പക്ഷേ നമ്മുടെ ഇടയിൽ നിലനിൽക്കേണ്ട ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്, ആദരവ് എന്ന് പറയുന്നത്. അത് എവിടെയും നാം നിലനിർത്തി കഴിഞ്ഞാൽ അത് മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. നാരായണി അമ്മ എന്ന ഈ മാതാവ് അവരുടെ മാതാവിനോട് ചെയ്ത ആ കരുണയും സ്നേഹവും അത് കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കരുണയുണ്ടായി കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു ചിഹ്നതയില്ല, ഒരു വാഗ്വാദങ്ങളും നമുക്കിടയിൽ നടക്കുകയില്ല. നാരായണിക്കുട്ടിയമ്മ തൻ്റെ അമ്മയെ സ്നേഹം കൊണ്ട് നട്ടുവളർത്തുകയാണ് ചെയ്തതെന്ന് സെൻറ് ജോർജ് പള്ളി വികാരി ജോഷി പതുവ പറഞ്ഞു. നാരായണിയമ്മ ചെയ്തത് തൻ്റെ അമ്മയെ സ്നേഹം കൊണ്ട് നട്ടുവളർത്തി. അത് ഈ ഭാരതത്തിൻ്റെ
അല്ലെങ്കിൽ കേരളത്തിന് ഒരു കെടാവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു ദീപമായി ഈ നാരായണിയമ്മ മാറിയത് കൊണ്ടാണ്. അത് മതസൗഹാർദ്ദത്തിന്, മതേതരത്വത്തിന്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു അലങ്കാരമായി തീർന്നതുകൊണ്ടാണ് ഈ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നത്. ചടങ്ങിൽ വി എ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ മോഹനചന്ദ്രൻ ജമീലുമ്മയുടെ ജീവിതരേഖ അവതരിപ്പിച്ചു. 8-ാം വയസ്സിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ഗാന്ധിജിയെ കണ്ട ജമീലയുമ്മ തമിഴ്, മലയാളം സാഹിത്യകൃതികളുടെ വായനക്കാരിയായിരുന്നു. ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു കല്യാണം കഴിച്ച് പോയതിനു ശേഷം പൊന്നാനിയിൽ പോയി ഇസ്ലാം മതം പഠിച്ച് മതം മാറുകയും പാലക്കാട് കരിമ്പുഴ സ്വദേശി നമ്പ്യാത്ത വീട്ടിൽ മരക്കാരെ വിവാഹം കഴിക്കുകയുമായിരുന്നു. 1996-ൽ ജമീല ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മരക്കാരുടെ മരണശേഷം കളമശ്ശേരി കണ്ണംകുളങ്ങരയിലെ ഇളവുങ്കൽ വീട്ടിൽ കഴിഞ്ഞ 20 വർഷമായി മകൾക്കും കുടുംബത്തിനുമൊപ്പം വീട്ടിൽ പ്രത്യേക മുറിയിൽ ദിവസേനയുള്ള നിസ്കാരത്തിനും നോമ്പ് പിടിക്കലിനും തടസ്സമില്ലാതെ ജീവിച്ചു വരികയായിരുന്നു. പിന്നീട് വയ്യാതായപ്പോൾ നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും മകൾ തയ്യാറാക്കി നൽകിയിരുന്നു. ഒരു കുടുംബത്തിലെ 2 മതത്തിൽപ്പെട്ടവർ വിശ്വാസത്തെ പരസ്പരം മാനിച്ച് ജീവിച്ചു പോകുന്നത് പ്രദേശത്തുള്ളവർ കൗതുകത്തോടെയാണ് കണ്ടത്. ജമീലുമ്മയുടെ കൊച്ചുമകൻ കെ ടി മനോജ് CPIM കളമശ്ശേരി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമാണ്. GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള, കിലെ ചെയർമാൻ കെ എൻ ഗോപിനാഥ്, SIFL ചെയർമാൻ ഷെരീഫ് മരക്കാർ, KB വർഗീസ്, ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഖത്തീബ് മുഹമ്മദ് ബഷീർ ഫൈസി, സെൻറ് ജോൺസ് പള്ളി വികാരി ജോഷി പാതുവ, KP കരീം, ബിജു മോഹൻ തുടങ്ങിയവരും റെസിഡൻസ് അസോസിയേഷനുകളും വിവിധ സംഘടനകളും പൊന്നാടിയണിയിച്ച് നാരായണിക്കുട്ടിയമ്മയെ ആദരിച്ചു. ചടങ്ങിൽ നാരായണിക്കുട്ടിയമ്മയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.